ഔ ബസ് സൂപ്പർ. പക്ഷെ ഇതൊക്കെ എന്ത് വളഞ്ഞിരിക്കുന്നല്ലോ. റേഡിയോ ഇന്ന ടേസ്റ്റ് കേട്ടാ. ബസ് സീറ്റ് അടിപൊളി. ഇപ്പൊന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും തോന്നുന്നില്ല. ഓക്കെ, ഞാൻ അവിടെ ആ റോഡിലല്ല, അത് ഓഫ് റോഡ് വഴി റോഡിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഓഫ് റോഡ് വഴി ഇങ്ങനെ വന്നു. എളുപ്പമുണ്ട് അവിടെ ആ വഴി ഓടിക്കണ്ട. യമ്മ കൂട്ടക്കേടായോണ്ടേക്കും. ഓ അവിടെയൊക്കെ നലമ്പാണോ. നിങ്ങൾ മിണ്ടാതിരിക്കും. ഇതിലും ഭേദം മറ്റേ പിള്ളേർ. സത്യം പറയാലോ, നല്ല കുട്ടികളായിരുന്നു അവന്മാർ. മിണ്ടിയും പറഞ്ഞു ഇരിക്കും. എനിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കണ്ട, പക്ഷെ ഒരു എന്താ പറയാ, എങ്ങനെയത് പറയാ, ഒരു സമാധാനം വേണം. ഓക്കെ, പോകട്ടെ. ഇതൊന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. ഒന്നും പറയാൻ കിട്ടുന്നില്ല. പിള്ളേരെ സ്കൂളിലെത്താറായി. ഞങ്ങള് മാമനോട് ചോദിച്ചാ സ്കൂളിലെത്താറായി. വെറും പീക്കിരി പിള്ളേര് തന്നെ കഴിച്ചു. വെറും പീക്കിരി പറയാതിരിക്കാൻ വയ്യ. എന്താ പറയുന്നത്, മറ്റേ എന്തോന്ന് കൂത്തരം, അതുപോലെ. ഓക്കെ, ഇവിടെ ഇറക്കാം. പിള്ളേരെ ഇറങ്ങിക്കോ ഗായ്സ്. ഞാൻ പ്രിൻസിപ്പളിനെ പോയി കാണുന്നത്. അവരെല്ലാവരും പോയെന്നാ തോന്നുന്നത്, കുട്ടികൾ ക്ലാസ്സിനകത്ത്. സാറേ, ഇന്നത്തെ പണി കഴിഞ്ഞാൽ ഈ ബസ്സും കൂടെ ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ പോട്ടെ. 2 ട്രിപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 2 ട്രിപ്പ് ഉണ്ട്. എനിക്ക് പോയി ബസ്സും ഒതുക്കിയിട്ടിട്ട്. അപ്പൊ ഞാൻ ഇത് ഒതുക്കിയിട്ടിട്ട് അങ്ങ് പോട്ടെ. ശമ്പളം എങ്ങനെയാ നിങ്ങൾ ചൂസ് ചെയ്യാം? മന്ത്ലി വേണോ ഡെയിലി വേണോ? ഡെയിലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പിന്നെ ഇതിന്റെ ഫ്യൂൾ കുറവായിരുന്നു. ഫ്യൂൾ കുറവാണല്ലേ. ഓക്കെ. അത് ഇന്ന് വൈകുന്നേരത്തും കൂടെ ഇവരെ കൊണ്ടുവന്നത്. അത് ഞാൻ അയച്ചു ഗായ്സ്. ആ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവന്മാരെ തിരിച്ച് കൊണ്ടുവിടുന്ന വീഡിയോ. അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഈ വീഡിയോ ഞാൻ വിളിച്ചു അതിൻ്റെ പേരാണ്. സാറേ, അപ്പം ബസ് ഒടുക്കിയിട്ടിട്ട് ഞങ്ങൾ